ഇൻസ്റ്റയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ബ്രെഡ് പീസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലിട്ടാ, അതായത് ഒരു 1/2 ഗ്ലാസോളം പാല്, തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആവാം. ഞാൻ തിളപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 1 സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ എങ്ങനെയായാലും മതി. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു 8 കഷ്ണം ബ്രെഡ് കുഞ്ഞതായിട്ട് മുറിച്ചിട്ട് ഈ മുട്ടേൻ്റെ ബാറ്ററിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് പൊടി പൊടി ആവാൻ പാടില്ല, കുറച്ചൊന്ന് കടിക്കുന്ന പരുവത്തിൽ വേണം മിക്സ് ചെയ്യാൻ. കണ്ട ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കൊരു ഫ്രൈ പാനിൽ ബട്ടറോ എണ്ണയോ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയല്ല കേട്ടോ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ ആണെങ്കിൽ അതിനേക്കാൾ നന്നാവും കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചെടുത്തു. അപ്പോൾ അതിന് ശേഷം തിരിച്ചിടണം. അപ്പോൾ വേറൊരു ഫ്രൈ പാനിലേക്ക് മറച്ചിട്ടു കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ട് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂണോളം സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട പച്ചക്കറികൾ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉള്ളിയും ക്യാപ്സിക്കം തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ അത് ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെജ് പീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കുഞ്ഞുകുഞ്ഞായി അരിഞ്ഞതും പിന്നെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് എന്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, പൊടിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു മൂടി വെച്ച് കവർ ചെയ്യണം. ഇതാ ഞാനൊരു ഉരുളിയാണ് കമത്തി വെച്ചത്, കാരണം എയർ പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും വലിയ മൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എന്താണ്, നമ്മൾ അടിപൊളി എന്താ മണമെന്നറിയാം, പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് തിരിച്ച് വേവിച്ചത് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ ബ്രെഡ് പീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.